ഇതാണ് ഗൈസ് നമ്മളുടെ മുട്ടച്ചുരുട്ട് കറി. യെസ് ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്യുവർലി ഉണ്ടാക്കിയ മുട്ടച്ചുരുട്ട് കറിയാണ്. ഞാനിത് ലഞ്ചിനുണ്ടാക്കി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിച്ചു. ഇറ്റ് വാസ് സോ നൈസ് ആൻഡ് ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് ഇറ്റ്സ് കെയിം ഔട്ട് റിയലി ഗുഡ്. ആൻഡ് കുറച്ചും കൂടി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കള്ളപ്പത്തിൻ്റെ കൂട്ടത്തിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു പ്രഷർ കുക്കറിനകത്ത് കഴുകിയ തൂർദാൽ, ഓണിയൻ, ടൊമാറ്റോസ്, പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫ്, ടർമറിക് പൗഡർ ഒരു 3 വിസിൽ പ്രഷർ കുക്ക് ചെയ്ത് സെപ്പറേറ്റ് അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ തേങ്ങ അരപ്പിന് വേണ്ടി വെളിച്ചെണ്ണ, പെരിഞ്ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ചെറുവുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ചിരകിയ തേങ്ങ, പിന്നെ നമ്മളുടെ കസകസ ഇടുന്നുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് സ്ലോ ഫയറിൽ ബ്രൗൺ ആയി കിടക്കണം. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് മുളക് കൂട്ടാം. പിന്നെ ഓംലെറ്റിന് വേണ്ടി സോൾട്ട്, പെപ്പർ, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ്. ശരിക്കും ഇത് ദോശ തവ ഉണ്ടാക്കേണ്ടതാണ്, പക്ഷേ എൻ്റെ ദോശ തവ ചെറുതായിട്ടൊന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓംലെറ്റ് പാനിൽ ഉണ്ടാക്കി. സോ നമ്മുടെ ഓംലെറ്റ് ഫ്ലാറ്റായിട്ട് റെഡി ആവുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളനായി എടുക്കണം 2 സൈഡും. ആ കളർ ജസ്റ്റ് ഒന്ന് കിട്ടണം, ബോത്ത് സൈഡ്സ്. കളർ കിട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറിയിലോട്ട് കിടക്കാം. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന തോർദാലുണ്ടല്ലോ, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, ഇത് രണ്ടും കൂടിയിട്ട് ഒരു സ്ലോ ഫയറിനകത്ത് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യണം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സോൾട്ട് ഇടാം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കുറുകി കഴിഞ്ഞിട്ട് സോൾട്ട് ഇടാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓംലെറ്റ് ഇതിനകത്ത് ഇടാം. ദേ ഗൈസ്, നമ്മളുടെ മുട്ടച്ചുരുട്ട് കറി സെറ്റായിട്ടുണ്ട്. ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശകലം മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. താങ്ക് യു പ്യുവർലി ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. And always remember this, everybody can cook, everybody has to cook.